ആദി പറ. താൻ എവിടെയാ? മുറിയില്ല? അതെ, എന്താ? താൻ ഒന്ന് പുറത്തേക്ക് വരൂ. പുറത്തേക്കോ? ആ അതെ, ഞാനിവിടെ പിന്നാമ്പുറത്തുണ്ട്. പിന്നാമ്പുറത്തോ? താൻ രാവിലെ ക്ലാസ്സിൽ പോയില്ലേ? അതെ, പക്ഷേ ഞാൻ അത്യാവശ്യമായിട്ട് അവിടെ നിന്ന് ചാടി. എന്തുപറ്റി? അതൊക്കെ നേരിട്ട് പറയാം. താൻ ആരും കാണാതെ ബാക്കിലോട്ടോ. ശരി ശരി. ശരി. ഒച്ചക്കില്ലേ? ഇവളിതെവിടെ പോയി? മാഞ്ഞുപോയോ? എന്താ അതെ? വാ. വാ പറയാൻ. താൻ വാ. വാ ഇങ്ങോട്ട്. ഇതെങ്ങോട്ടാ? എന്താ അതി? എന്താടോ? തന്നെ കൈയൊന്ന് ഇടിക്കേ. താൻ തുറന്നു നോക്ക്. അല്ല, അപ്പൊ ആദ്യം ക്ലാസ്സിന് പോയില്ലേ? ഇല്ല, പോകുന്ന വഴിക്ക് പുതിയകാവ് പള്ളിയിൽ പെരുന്നാള്. ഞാൻ നോക്കിയപ്പോൾ വഴിനീളെ ഇങ്ങനെ കരിവിളകൾ നിരത്തി വെച്ചിരുന്നു കണ്ടു. തനിക്ക് ചേരുമെന്ന് എൻ്റെ മനസ്സ് പറഞ്ഞു. താങ്ക്സ്. എന്നാ ഞാൻ പോട്ടെ. എന്തോ അങ്ങനെ കരിവള കഥ പറഞ്ഞ് മോഹിപ്പിച്ചിട്ടങ്ങ് പോയല്ലോ. ഇതിട്ട് വന്നിട്ട് പോടോ. എന്നാ താൻ പൊക്കോ, ആരും കണ്ട. നീലക്കണ്ണുള്ള മാനേ, നീ എനിക്കുള്ളതാണേ. നീലക്കണ്ണുള്ള മാനേ, നിനക്കിണക്കിളി ഞാനേ.
അയ്യോ. അയ്യോ. എന്താടാ ഒന്നുമില്ല. നിക്കടാ അവിടെ. അയ്യോ. എന്നെയാണോ? അല്ല, നിന്റെ അളിയനെ. അളിയൻ ഡ്യൂട്ടിയിലല്ലേ? ഇവിടെ വരാൻ. ഇവിടെ വാടാ. ഇതിനാണോടാ നിന്നെ കാശ് തന്ന് പഠിപ്പിക്കാൻ വിടുന്നത്? ഞാൻ ഈ വഴി പോയപ്പോ ഒന്ന് വെറുതെ കയറിയതാ. ടൗണിൽ ക്ലാസ്സിൽ പോകുന്ന നീ എങ്ങനെയാടാ ഈ വഴി പോകുന്നേ? അത് പിന്നെ ഇതുവഴിയും പോവാലോ. വൃത്തിയോട് കാണിച്ചിട്ട് നിങ്ങൾ കള്ളം പറയുന്നു. ചേച്ചി നോന്നു. നോട്ടെ, നിന്റെ അഹങ്കാരം ഇന്ന് ഞാൻ തീർത്തു തരുന്നുണ്ട്. ചേച്ചി നിക്കവിടെ. നിൽക്കൂല. ആദി, ആരാ ആമി? ആരുമില്ല. പിന്നെ ആരോ നിലവിളിച്ച പോലെ തോന്നിയല്ലോ. അത് അപ്പുറത്തെ വീട്ടിലെ പട്ടിയാ. ഞാനൊരു ഏറ് കൊടുത്തു. ഓ, ആ പട്ടിയെ പോലും വെറുതെ വിടല്ലേ കേട്ടോ. നീ ഗർഭിണിയാ, അത് മറക്കണ്ട. ഈശ്വര, ആമിയാണല്ലോ. ഇനി ഇതെന്ത് കുരിശാണോ എന്തോ. ആമി പറ. ദത്തേട്ടൻ എവിടെയാ? ഞാൻ അർജന്റായിട്ട് ബാലരാമപുരം വരെ പോവാ. എന്താ ആമി? ദത്തേട്ടൻ അത്യാവശ്യമായിട്ട് ഇവിടെ വരെ ഒന്ന് വരണം. എടോ, ഒഴിവാക്കാൻ പറ്റാത്തൊരു മീറ്റിങ്ങിന് പോവാ ഞാൻ. അപ്പൊ ഭാര്യ ഒഴിവാക്കല്ലേ? ശ്ശ്. ഞാൻ പറയുന്ന അങ്ങ് കേട്ടാ മതി. എത്രയും പെട്ടെന്ന് ഇവിടെ എത്തണം. ശ്ശോ. പിന്നെ വരുന്ന വഴിക്ക് ആ പുതിയകാവ് പള്ളിയില് പെരുന്നാൾ നടക്കുക. അവിടെ കയറി എനിക്ക് കുറച്ച് കരിവിളകൾ കൂടി വാങ്ങണം. എന്തോന്ന്? കരിവളാന്ന് എന്ത് കേട്ടിട്ടില്ലേ? അല്ല ആമി. ഒന്നും പറയണ്ട, ഞാൻ പറയുന്ന അങ്ങ് അനുസരിച്ചാ മതി. ശ്ശ്. പിന്നെ ഇവിടെ ആരും കാണണ്ട. വണ്ടി റോഡിലിട്ടിട്ട് നേരെ പിന്നമ്പുറത്തേക്ക് വാ.